ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ചെറിയ ബ്രെഡാണ്, ഒരുപാട് വലിയ ബ്രെഡല്ല, ചെറിയ ബ്രെഡാണ് കേട്ടോ. ഈ ബ്രെഡ് 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ പ്രധാനമാണ്. ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒരു ലൈക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ട് 3/4 കപ്പ് വെള്ളം ഈ ബ്രെഡിലേക്ക് ഒഴിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഞാനിവിടെ 2 കോഴിമുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഇതിന് തോല് കളയുന്ന സമയത്ത് ഇതുപോലെ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അധികവും ഇങ്ങനെ തോല് കളയുമ്പോൾ ഇങ്ങനെ മുട്ട കുറേ ഭാഗം ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട്, വൈറ്റ് പോർഷൻ. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ പെട്ടെന്ന് തോല് കളയാമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉള്ളി ഒന്ന് ചോപ്പാക്കി എടുത്തതാണ്. സവാളയാണ് കേട്ടോ, വലിയുള്ളി ഒന്ന് ചോപ്പാക്കി എടുത്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിയില ചോപ്പാക്കിയതും കൂടി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഉണങ്ങിയ മുളകൊന്ന് ചതക്കി എടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ചതക്കി എന്ന് പറഞ്ഞത് ചതച്ചെടുത്തത് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ ചതക്കി എന്നാണ് വരിക കേട്ടോ. അപ്പോൾ അതാ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. 1 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ബ്രെഡിന് ചെറിയൊരു ഉപ്പുണ്ടാവും, ഓൾറെഡി ഉണ്ടാവുമല്ലോ. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. ഇനിയിപ്പോൾ മുട്ട നിങ്ങൾ ഉപ്പിട്ട് പുഴുങ്ങുന്നതാണെങ്കിൽ പിന്നെ എന്താ പറയുക, അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഇവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിലെ വെള്ളം മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് കളയാം. ഒരുപാട് വെള്ളം ബ്രെഡിൽ ഉണ്ടാവരുത്. മാക്സിമം എത്രത്തോളം വെള്ളം കളയാൻ പറ്റുമോ അത്രയും കളഞ്ഞെടുക്കുക. ബ്രെഡ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ബ്രെഡ് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചത്, ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, പച്ചവെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇതാ ഇതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം 5 ബ്രെഡ്, ചെറിയ ബ്രെഡാണ് എടുത്തത്. അതിനാണ് 2 കോഴിമുട്ട. അപ്പോൾ 2 നല്ല 3 4 കോഴിമുട്ട ചേർത്താലും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഒരു 3 അല്ലെങ്കിൽ 4 വരെയൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ മുട്ട നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ല കുഞ്ഞാക്കിയിട്ടൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നല്ലോണം ഗ്രേറ്റ് ചെയ്യുന്നത്. ഉടച്ചെടുക്കേണ്ട. ഉടച്ചെടുത്താൽ ആ വെള്ള പോർഷൻ കുറച്ചൊക്കെ കട്ടിയായിട്ട് ഇങ്ങനെ പീസ് പോലെ ഉണ്ടാവും. നല്ല ഇതുപോലെ ഫൈനായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ഉടച്ചെടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ആ സാധനമല്ലേ, ക്യാരറ്റൊക്കെ, അതിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഇതെല്ലാം പാടെ നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബ്രെഡിൽ നമ്മൾ കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ നനവ് കൊണ്ട് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നത് നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്തിട്ടുള്ള മസാലപ്പൊടിയും ഒക്കെ ഇല്ലേ, അത് ഈ ബ്രെഡിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും മുട്ടയുടെയൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ മാത്രമാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ചൂട് ചായക്കോപ്പൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഒരു ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. മുട്ടയൊക്കെ പുഴുങ്ങിയത് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ അവരോടൊക്കെ സംസാരിച്ചിരിക്കുന്ന നേരം കൊണ്ടും നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, എനിക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിത് സാധാരണ നമ്മൾ വട്ടത്തിലാണ് കട്ട് ചെയ്തല്ല ഷേപ്പാക്കി എടുക്കുന്നത്. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഷേപ്പാക്കൂലേ, ആ രീതിയിലാണ് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോമ്പിനൊക്കെ സ്നാക്കായിട്ട്, നോമ്പ് തുറക്കാനുള്ള സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 3-4 ദിവസം മുമ്പ് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ താഴ്ത്തല്ല, ഫ്രീസറിൽ ഇതുപോലെ റെഡിയാക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യും. മുട്ടയിലും മാവിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല. വെറും ബ്രെഡ് ക്രംസിൽ നിന്നൊന്ന് ഇങ്ങനെ കോട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഫ്രീസറിലും നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഐസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കവറിനകത്ത് ഇട്ടിട്ട് വെച്ചാലും ഫ്രീസറിൽ തന്നെ വെക്കാം. അപ്പോൾ ആവശ്യത്തിനെടുത്ത് ഒന്ന് പുറത്ത് വെച്ച് തണുപ്പ് വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെയും നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ അങ്ങനെ നമ്മുടെ ജോലിഭാരമൊക്കെ കുറക്കാൻ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ.
താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ചിക്കനും ഇതൊന്നും കൊണ്ടൊന്നും സ്നാക്കൊന്നും തയ്യാറാക്കൂലല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ റെഡിയാക്കൂലേ. അപ്പോൾ ഇങ്ങനെയൊന്ന് റെഡിയാക്കി നോക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഒരുപാട് സമയം എടുക്കൂല, ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല, പെട്ടെന്ന് തന്നെ റെഡിയാവുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ചൂട് ചായയുടെ ഒപ്പമൊക്കെ നമുക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതായത് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഓയിൽ മതി. ഒരുപാട് ഓയിലൊന്നും നമ്മളിത് മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ, ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലും വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് പൊട്ടിപ്പോകാൻ ശ്രദ്ധിക്കണം. പിന്നെ എന്താ പറയുക, ഇട്ട ഉടനെ തന്നെ ഒന്ന് തിരിച്ച് മറിച്ച് വിടരുത്. നന്നായിട്ട് ഒരു ഭാഗം കുക്കായെന്ന് മനസ്സിലാകുമ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആയി തുടങ്ങുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ടാൽ മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പുറം ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് പുറം കുറച്ച് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. വളരെ സിമ്പിളുമാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ആയിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗവും ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ കോരിയെടുക്കാം. എനിക്ക് 8 എണ്ണമാണ് ഇതുപോലെ 5 ബ്രെഡും 2 മുട്ടയും വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയത്. 7 എണ്ണം അത്യാവശ്യം വലിപ്പമുള്ളതും 1 എണ്ണം ചെറുതും, അങ്ങനെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ചൂടുണ്ട്, ഇത് നല്ല ആവി പറക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.